സർ പറയൂ, എങ്ങനെയുണ്ട് മാർക്കോ കഴിഞ്ഞ ശേഷമുള്ള ടോക്ക് ഓഫ് ടൗൺ? സെലിബ്രിറ്റി പ്രൊഡ്യൂസർ ആണ് നിങ്ങൾ. സോ പറയൂ, എങ്ങനെയുണ്ട് മാർക്കോ മൂവി കഴിഞ്ഞ ശേഷമുള്ളത്? അല്ല, സക്സസ് ആയതിന് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇന്നലെയാണ് ദുബായിലേക്ക് തിരിച്ചെത്തിയത്. കാരണം ഫാമിലി, വൈഫ് പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർ നാട്ടിലുണ്ടായിരുന്നില്ല, കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ കൂടെ മൂവി കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ മക്കളായിട്ട് പോകാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. പക്ഷെ വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ വൈഫായിട്ട് ഇന്നലെ മൂവി കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒരു സന്തോഷം. പറയൂ, നിങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഐ തിങ്ക് മൂവി വേൾഡിനാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു ഹോൾ ഫാമിലി. വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇതെന്റെ വൈഫ്, ഒരേ ഒരു ഭാര്യ, ജുമാന ഹമീദ് എന്നാണ് പേര്. ഇത് മൂത്ത മകള് ഫ്രേയ മറിയം, രണ്ടാമത്തെ മകള് അയ മറിയം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ, 2 മിനിറ്റ് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല. സോ പറഞ്ഞു. My mama's pregnant, so there's a baby. Waiting for the Okay, പറയൂ മോള്, പറയൂ എങ്ങനെയുണ്ടായിരുന്നു ടു ചാമിങ് കിഡ്സ്? പറയൂ എങ്ങനെയുണ്ടായിരുന്നു മാർക്കോ? We made a lot of friends there. Onni Mukanan was very kind and friendly. He helped us out. Yeah. Okay. And what എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? Because everyone is talking about you. And this is A certificate movie. So പറയൂ, എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ആൻഡ് ഈ സീനൊക്കെ കേട്ട സമയത്ത് അയ്യോ വേണ്ട പപ്പ എന്ന് തോന്നിയോ, അങ്ങനെയൊക്കെ തോന്നിയോ? Actually, I asked my father to let me act in the movie. Oh, great. So courageous, right? So ഈ ഒരു സീൻ കേട്ട സമയത്ത് ഞാൻ തന്നെ ചെയ്യുമെന്ന് റെഡി ആയിരുന്നു അല്ലേ? Okay. So എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്? ലൈക്ക് വേറെ കാസ്റ്റ്, നമുക്ക് കാസ്റ്റിനെ തുടങ്ങുകയാണെങ്കിൽ ഉണ്ണി എന്ന് പറയുന്ന കാസ്റ്റിലേക്ക് എങ്ങനെയാണ് മിസ്റ്റർ ഉണ്ണി മുകുന്ദൻ? ഉണ്ണി എന്ന കാസ്റ്റിലേക്ക് എത്തിയതല്ല, ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഞങ്ങള് വേറെ പ്രൊജക്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ണിയാണ് ഈ മാർക്കോനെ കുറിച്ചിട്ട് എന്നോട് പറയുന്നതും പിന്നെ ഹനീഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. പിന്നെ ഉണ്ണിയുടെ കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ ഹനീഫിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഹനീഫായിട്ട് സംസാരിച്ചപ്പോൾ ഹനീഫിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളതിലേക്ക് വരാനുണ്ടായത്. മാം കേട്ടിട്ടുണ്ടായിരുന്നോ ഈ സ്ക്രിപ്റ്റ് ഇവര് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വയലൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നോ? ആദ്യം അറിയായിരുന്നു, സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു എല്ലാവരുടെ പോലെ, ഇതെങ്ങനെയാണ് പബ്ലിക് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മള്, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു മൂവി ഇല്ല എന്നുള്ള കാര്യം. സോ ഈ ഒരു നമ്മളിപ്പോ കേട്ട കാര്യം കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ കാണാണ്. സോ ഹൗ യു ഫീൽഡ് അബൌട്ട് ദാറ്റ്? എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്തത്? എന്തായിരുന്നു? വെരി നൈസ്, ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ആക്ച്വലി. ലൈക്ക് ഷൂട്ടൊക്കെ കണ്ടിട്ട് പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഇറ്റ് വാസ് വെരി നൈസ്. എന്താ പറയാ, ഞാൻ ലിറ്ററലി കരയായിരുന്നു തിയേറ്ററിൽ ഇരുന്നിട്ട്. ഞാൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. മാൻ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് അഗൈൻ ആൻഡ് അഗൈൻ പോയി കാണാൻ പറ്റും. അതന്നെയല്ലേ നിങ്ങളുടെ ക്യാപ്ഷൻ വരുന്നത്? അങ്ങനെയുള്ളത് തന്നെയാണ്. വൈഫ് കരഞ്ഞു എന്ന് പറയുന്ന സന്തോഷം കൊണ്ടാണ് കേട്ടോ. സന്തോഷം കൊണ്ടാ. നിങ്ങൾ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞോ ഗായ്സ് ഞാൻ ഇതിൽ ആക്ട് ചെയ്തു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു? Yeah, but then most of them don't know Malayalam. Okay. Yeah. So only few of my friends know Malayalam, so I told all of them that I'm acting. Okay. Okay, എനിക്ക് തോന്നുന്നു ഇതിൽ ലാംഗ്വേജിനെക്കാളും കൂടുതൽ കണ്ടിരിക്കാനുള്ള സീക്വൻസ് കൂടുതലുണ്ട്. ഇനിയിപ്പോ ഹിന്ദി ഓൾറെഡി റണ്ണിംഗ് ആണ്. ഇനിയിപ്പോ അടുത്ത ലാംഗ്വേജ് ആഡ് ഓൺ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോ തെലുഗു ജാൻ 1 റിലീസാണ്, തമിഴ് ജാൻ 3 റിലീസാണ്. സോ ഹാപ്പി ദാറ്റ്. സോ നെക്സ്റ്റ് പിന്നെ ലൈക്ക് നമുക്ക് ട്രോള് പോലെ തന്നെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നതാണ് ഡിഫൻഡേഴ്സിന്റെയും സിഗാറിന്റെയും ഒരു വലിയ കളക്ഷൻ അതിലുണ്ട്. ഡിഫൻഡർ സിഗാർസും പിന്നെ ബ്ലഡും. അതെ, ഈ ഡിഫൻഡർ സിഗാർ പിന്നെ റെഡ് മയം, കംപ്ലീറ്റ് റെഡ്. എങ്ങനെയുണ്ടായിരുന്നു, എന്താണത്? അല്ല, കാഴ്സ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിനിമയ്ക്ക് ആവശ്യമുള്ള കാഴ്സ് നമ്മളോട് പറഞ്ഞത് നമ്മളുടേതായ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. പിന്നെ സിഗാർസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഉണ്ണി ഒരു സ്മോക്ക് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഉണ്ണി അത് അഭിനയിച്ച് കൊണ്ടുവന്ന രീതി അത് ഭയങ്കര എക്സ്ട്രോർഡിനറി ആയിരുന്നു. ആ ഒരു സ്വാഗും ആ സിഗാർ വെച്ചിട്ടുള്ള ഒരു സ്വാഗ് ഭയങ്കര സംഭവമായിരുന്നു. അതായത് പിന്നെ ബ്ലഡ് പറയുന്ന വെച്ചാല് നമ്മളൊരു മേക്കപ്പിനും പ്രോസ്തറ്റിക്സിനും ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എക്സീഡ് ആയി പോയതിന്റെ കാരണം ഈ ബ്ലഡ്, കൂടുതൽ ബ്ലഡ് ആവശ്യം വന്നിരുന്നു. അപ്പൊ അവര് എന്താ പറയാ, സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് തന്നു. ഓക്കെ. സോ ഈ ബ്ലഡ് ആയിട്ട് കോമ്പൈൻ ചെയ്ത ബ്ലാക്ക് അല്ലേ കംപ്ലീറ്റ് തീം വെച്ചിരിക്കുന്നത്? വൈ ബ്ലാക്ക്? അത് ഡയറക്ടറിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അത് അവരുടെ ക്രിയേറ്റിവിറ്റി, നമുക്ക് ആ ക്രിയേറ്റിവിറ്റിയിൽ ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല. അതെ അതെ. പിന്നെ ഡയറക്ടർ, നമ്മളുടെ DOP അവരെന്താണ് തീരുമാനിക്കുന്നത് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പാട്ട്. അല്ല, നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ കയറി ഇടപെടുന്നത് ശരിയല്ല. ആസ് എ പ്രൊഡ്യൂസർ അതിലൊരു കംപ്ലീഷൻ കിട്ടില്ല.
അതെ. സോ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കും. ഏതെങ്കിലും നമ്മള് സജഷൻസ് പറയുന്നുള്ളൂ, നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഹനീഫായാലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. കാരണം നമ്മളുടെ മനസ്സിലുള്ള എന്താണോ തന്നെയാണ് ഹനീഫും പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ പോയിരുന്നത്. അതെ, സജഷൻസ് പറയാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. സോ സാറിന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഒരു കാര്യം, അതായത് ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ഷെരീഫ്, അങ്ങനെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ റീവർക്ക് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ഒരു സോങ്ങിന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, ഡാബ്സിയുടെ സോങ്ങിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ആക്ച്വലി നമ്മൾ പാനിക് ആവുകയും ചെയ്തത്. കാരണം സിനിമ അത്രയും പോസിറ്റീവ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു നെഗറ്റീവ് വന്നത്. അതായത് പബ്ലിക്കിന് എന്തോ അതിനൊരു ചെറിയൊരു നെഗറ്റീവ് വന്നപ്പോൾ പിന്നെ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുത്തു. അത് നല്ലതും വന്നു, പൊട്ടയും വന്നു. നമ്മളെപ്പോഴും പറഞ്ഞ ഒരു കോയിൻ രണ്ട് സൈഡ് ഉണ്ടെന്ന്. അതെ അതെ, അപ്പൊ നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമാണ് എടുത്തത്. സോ അത് ഡാബ്സ് ആ ഒരു സോങ് ബ്ലഡ് എന്നുള്ള സോങ്, ആ സോങ്ങിന്റെ വന്നു. എന്നിട്ട് ലൈക്ക് ആ ഒരു ഡേ ഇറ്റ്സെൽഫ് നിങ്ങൾ പ്രൊഡക്ഷൻ ടീമിൽ അവർ അടുത്ത നോട്ടീസ് അതിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മ്യൂസിക് ഡയറക്ടറാണ്. കാരണം രവി ബസൂർ സാറിന് നമ്മളത് ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യുകയും പുള്ളി അത് ചെയ്തിരുകയും ചെയ്തു. പിന്നെ എത്രയും പെട്ടെന്ന് നടക്കാനുള്ള കാരണം പുള്ളിയുടെ ടീമിലുള്ള ആളാണ് ഈ പറയുന്ന സന്തോഷ് വെങ്കി എന്ന് പറയുന്ന പുള്ളി. പിന്നെ പുള്ളി തന്നെയാണ് ഈ ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നത് ഈ മൂവിയുടെ. എന്തായാലും വേറെ തന്നെ ഒരു ലെവലായി അല്ലേ അത് കംപ്ലീറ്റ് മാറ്റുന്ന സമയത്ത്. അഗൈൻ ഞാൻ വരാണ് ഡിഫൻഡർ സിഗാർ ഈ കാര്യത്തിലേക്ക്. സോ എങ്ങനെയാണ് ഇപ്പം ഉണ്ണി അന്ന് യൂസ് ചെയ്യുന്ന മാർക്കോന്റെ ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി എന്റെ കാർ. ബാക്കി എങ്ങനെ ആ ഒരു ടൈം പീരീഡിൽ ചെയ്തെടുത്തു? ബാക്കിയുള്ള കാർസ് എന്ന് പറയുന്നത് ഈ ഡിഫൻഡേഴ്സും ഇപ്പൊ അതിലൊരു ജി വാഗൺ കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഓഡി കാണിക്കുന്നത്, BM, ഇതൊക്കെ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള കാർസ് ആയിരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പൊ ഞാനൊരു വാക്ക് പറയുമ്പോൾ അത് തട്ടാതെ അത് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്ന ആൾക്കാരാണ്. ആക്ച്വലി അതില് 3 കാർസ് അവരുടെ ആക്സിഡന്റും ആയിരുന്നു. പക്ഷെ അവരൊക്കെ അത് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. കാരണം അവരുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്കത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റിയത്. ഇതിൽ ഈ സ്ക്രാച്ചും ആക്സിഡന്റ് സീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നോ? അല്ല, മനസ്സിൽ ടെൻഷൻ ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ട്. നമുക്ക് അനാവശ്യമായിട്ട് പൈസ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ടോ. പക്ഷെ ആ സമയത്ത് ഒരു പാനിക് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. കാരണം ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ആ സമയത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആളാണ്. ഞാൻ അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം സിനിമയെ ബാധിക്കും അറിയുന്നതുകൊണ്ട് ഞാനത് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. കുട്ടികൾ അതിലുണ്ട്, സോ വൈ നോട്ട് എന്നുള്ള സാധനം എന്താണ് അതിലേക്ക് വരാഞ്ഞത്? ഒരു ചെറിയ റോൾ എന്തെങ്കിലും ജസ്റ്റ് അഭിനയിക്കണം ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ അതങ്ങനെ ഒരു മുഴുനീള ക്യാരക്ടർ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കണം, അവളുടെ ഒരു ആഗ്രഹമാണ്. അതെന്തായാലും സാധിപ്പിക്കും ഉറപ്പായിട്ട്. കാരിങ് ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ, പിന്നെ ഇവരെയും നോക്കണം, എല്ലാം കൂടി ആയപ്പോ പിന്നെ ലൈക്ക് ഞാൻ മാറിയതാണ്. നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് മൂവിയിൽ ആക്ട് ചെയ്യാനല്ല, അവൾക്കൊരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. മാം ഇങ്ങനത്തെ ഒരു സീനാണ് കുട്ടികൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എക്സ്ട്രീംലി വയലൻസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് മാമിന്